സന്ദേശം തന്നെ സമൂഹത്തിന് നൽകാൻ കോടതിക്ക് ഇതിലൂടെ സാധിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ താങ്കളിലേക്ക് വരുന്നതായിരിക്കും. അതിനു മുമ്പ് ശ്രീമതി സരിത എസ് ബാലൻ, ഇപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നത് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അതിരുവിടുന്ന കമൻറ്റുകളും വാക്പോരും അധിക്ഷേപവും, അത് ഏറ്റവും ഒടുവിൽ ലൈംഗിക അധിക്ഷേപത്തിലേക്ക് പോലും എത്തുന്നത് ഒരു പൊതു കാഴ്ചയായി തന്നെ മാറുന്ന അവസരമാണ്. കാരണം ആരോഗ്യകരമായ വാഗ്വാദങ്ങൾ, വാക്പോര്, ഇതൊക്കെ തന്നെ സംഭവിക്കാറുണ്ട്, സംവാദങ്ങളൊക്കെ തന്നെ നടക്കാറുണ്ട്. പക്ഷേ സൈബറിടം ആകുമ്പോൾ കുറച്ചുകൂടി അമിത സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾ എന്ന് തന്നെയാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്. അവർ പറയുന്ന സഭ്യതയുടെ അതിർവരമ്പുകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മോശകരമായ പ്രവണത തന്നെയല്ല ഇന്നുള്ളത്. തീർച്ചയായിട്ടും മോശകരമായ പ്രവണതയാണ്. ഇത് നേരിടുന്ന ആദ്യത്തെ ആളല്ല ഹണി റോസ്. നടൻ ദിലീപിനെതിരെ പരാതി കൊടുത്ത നടി, നേരത്തെ ഇവിടെ തന്നെ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നടി ആ പരാതി കൊടുത്ത ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് ഈ പറയുന്നപ്പെടുന്ന ദിലീപിൻ്റെ ഫോളോവേഴ്സെന്നോ ആരാധകരെന്നോ ഉപജാപക വൃന്ദമെന്നോ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പുരുഷന്മാരിൽ നിന്നും എന്തോരം സോഷ്യൽ മീഡിയ തേജോവധത്തിന് വിധേയമായിട്ടുണ്ട്. അവർ ഇന്ത്യക്ക് പുറത്തൊരു പരിപാടിക്ക് പോയി അവരൊരു വസ്ത്രം ധരിച്ചപ്പോൾ അവരുടെ വയറ് കണ്ടു എന്നും പറഞ്ഞ് ഈ നടൻ്റെ ആരാധകരെല്ലാം അവരെ ഇൻസ്റ്റഗ്രാമിൽ എത്രത്തോളം ആക്ഷേപിച്ചു. ഉടനെ ആ സ്ത്രീക്ക് പിന്നീട് വന്ന് തിരുത്തി പറയേണ്ടി വന്നു, അതെൻ്റെ വയറല്ല, ഇട്ടിരുന്ന ഉടുപ്പിൻ്റെ നിറം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വന്നു. ഇത് ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിജയ് ബാബു എന്ന് പറഞ്ഞ നിർമ്മാതാവും നടനുമായ ആൾക്കെതിരെ, ഇതുപോലെ സിനിമാ ഇൻഡസ്ട്രിയിലെ പ്രബലനായ ഒരാൾക്ക് എതിരെ ഒരു നടി പരാതി കൊടുത്തു. അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അയാൾ ഒരു ഉളുപ്പമില്ലാതെ വന്ന് ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി, വിക്ടിം ഷെയ്മിങ് നടത്തി. അയാൾക്ക് കിട്ടിയ ഒരു പിന്തുണയും അയാളുടെ കമൻറ്റുകൾക്ക് അനുകൂലമായി കിട്ടിയ പിന്തുണയും എത്രത്തോളമായിരുന്നു. അപ്പം ഈ നടികളെല്ലാം, ഈ പരാതി കൊടുത്ത നടികളല്ല, എല്ലാത്തരം സ്ത്രീകളും അനുഭവിക്കുന്നത് തുടർച്ചയായ ഹറാസ്മെൻ്റാണ്. ആദ്യം ഒരു പരാതി കൊടുത്തു. പരാതി കൊടുത്തുമ്പോൾ നമുക്ക് നിയമപരമായിട്ട് നീതി കിട്ടിയോ കേസ് നടക്കുകയോ ട്രയൽ നടക്കുകയോ ചെയ്താൽ പോലും നിരന്തരമായി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അവർ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന നടിയെ ഹണി റോസിനെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങിയത്. കാരണം അവരുടെ മുമ്പിൽ പല ഉദാഹരണങ്ങളും കണ്ടുകൊണ്ടാണ് അവർ ഇതിലേക്ക് വന്നത്. അവർക്ക് മുമ്പേ പരാതി സമാനമായ കുറ്റകൃത്യങ്ങൾ കൊടുത്ത നടികൾ നേരിടേണ്ടി വരുന്ന ആക്ഷേപങ്ങളും തേജോബദ്ധങ്ങളും കണ്ടിട്ടും അതിനിറങ്ങിത്തിരിച്ച ആ സ്ത്രീയുടെ ധൈര്യം വളരെ അപാരമെന്ന് തന്നെ പറയണം. കാരണം അവർ പറയുന്നത് പോലെ ഇതിൽ മറ്റൊരു പ്രതിയാണല്ലോ രാഹുൽ ഈശ്വർ എന്നിട്ട് ഇതുപോലെ യാതൊരു ഭയങ്കര എൻറ്റൈറ്റിൽമെൻറ്റിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ബോബി ചെമ്മണ്ണൂറിനെ പോലെ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതായിട്ട് ഞാൻ മാതൃഭൂമി ഓൺലൈനിൽ വായിച്ചു. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഇത് പറയാനുള്ള എന്ത് അവകാശമാണ് രാഹുൽ ഈശ്വറിനുള്ളത്? ഞാൻ നേരത്തെ ടെലിവിഷൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തമാശ ഷോകളാക്കി മാറ്റിയതിൽ അവർക്ക് പങ്കുണ്ടെന്ന്. അതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 10-15 വർഷത്തിനിടെ കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് TV കമൻറ്റേറ്റേഴ്സിനെ രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹ്യ നിരീക്ഷകർ, ചിലരെ ആക്ടിവിസ്റ്റുകളെന്ന് വരെ വിളിച്ചു കളയും. എന്താണ് ശരിക്കുള്ള ആക്ടിവിസ്റ്റുകൾ? ഒരു സാമൂഹ്യ നിരീക്ഷകന് വേണ്ടുന്ന അറിവും ക്വാളിറ്റിയും എന്താണ്? ഒരു രാഷ്ട്രീയ നിരീക്ഷകന് വേണ്ടുന്ന ഉന്നതമായ ബോധ്യങ്ങൾ എന്താണ്? അതൊന്നും നിർവചനത്തിൽ വരുത്താതെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവരെ സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരുമാക്കിയതിൽ കേരളത്തിലെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്ക് വളരെയധികം പങ്കുണ്ട്. അത് നമ്മൾ ചെയ്ത, ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സ്വയം വിമർശനകരമായി പറയുന്നു, നമ്മൾ ചെയ്ത വലിയൊരു അപരാധമാണ്. ഈ കേസിൽ തന്നെ ഞാൻ കണ്ട മറ്റൊരു നല്ല കാര്യവും അതാണ്. ഈ രാഹുൽ ഈശ്വർ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു എന്ന് പറയുന്നു. അത് ചെയ്യാൻ ഇദ്ദേഹം ആരാണ്? അതിനൊക്കെയുള്ള അധികാരം ഇദ്ദേഹത്തിന് ആരാണ് കൊടുത്തത്? ഈ മനുഷ്യന്റെ യോഗ്യത എന്താണ്? ഞാൻ പറയുന്നത് ഇനി നമ്മൾ മാധ്യമങ്ങൾ തിരിച്ചു ചെയ്യേണ്ടത് ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ളവരെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാക്കണം. ഹണി റോസിനെ വിധേയമാക്കണമെന്ന് പറയാനുള്ള ഒരു അവകാശവും രാഹുൽ ഈശ്വറിനില്ല. ഇപ്പോൾ പിന്നെ ജാമ്യത്തിന് വേണ്ടി പെടാപ്പാട് പെടുന്നുണ്ടല്ലോ, അപ്പോൾ ഭയങ്കര മാന്യനായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. ആ പെരുമാറ്റാനുള്ള ആ ഒരു കുറച്ചെങ്കിലും ഒരു പേടി വന്നിട്ടുണ്ടല്ലോ. ആ പേടി ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തതിലും അയാൾക്കെതിരെ കോടതി നടത്തിയ പരാമർശങ്ങളിൽ നിന്നുമാണ് ഉണ്ടായത്. ഈ കേസിൽ ഞാൻ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു സന്ദേശം ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്.